നമസ്കാരം സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെ സിലബസും നോട്ടിഫിക്കേഷനും എല്ലാം വന്നിട്ടുണ്ട്. അതിനെപ്പറ്റിയുള്ള ചെറിയൊരു അപ്ഡേറ്റ് ആണിത്. സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് സിലബസിനെ പറ്റി പറയുകയും അതുപോലെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിനെ പറ്റി പറയുകയും ചെയ്യുന്നൊരു വീഡിയോ ആണിത്. അപ്പം സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് നമുക്കറിയാം ഒരു ഡിഗ്രി ലെവൽ എക്സാമാണ്. നിങ്ങൾക്ക് ഡിഗ്രി ലെവൽ യോഗ്യതയുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെ എക്സാമിന് അപ്ലൈ ചെയ്യാം. നോട്ടിഫിക്കേഷൻ ഇപ്പോൾ ഓണാണ്. നിങ്ങൾക്ക് കേരള PSCയുടെ സൈറ്റിൽ പോയിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പം ഇതിൻ്റെ എക്സാം എന്ന് പറഞ്ഞാൽ ഒരു പ്രിലിമിനറി കാണും, പിന്നെ മെയിൻ എക്സാം കാണും. പ്രിലിമിനറി 100 മാർക്കിലാണ്. മെയിൻ എക്സാം 2 പേപ്പർ കാണും, രണ്ടും 100 മാർക്കിലാണ്. രണ്ടും ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. അപ്പം മെയിൻ എക്സാമിൻ്റെ സിലബസ് വന്നിട്ടുണ്ട്. പ്രിലിമിനറി എക്സാമിൻ്റെ സിലബസ് പഴയ സിലബസ് തന്നെ ആയിരിക്കും. അതായത് പുതിയ സിലബസ് പബ്ലിഷ് ആയിട്ടില്ല, പഴയ സിലബസ് തന്നെയാണ്. അപ്പോൾ ഡിഗ്രി ലെവൽ പ്രിലിമിനറി എക്സാമിൻ്റെ അതേ സിലബസാണ്. മെയിൻസിൻ്റെ സിലബസിന് ഇച്ചിരി മാറ്റമുണ്ട്. രണ്ടാമത്തെ പേപ്പറിൽ കുറച്ച് അഡ്മിനിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് സിലബസിലേക്ക് പോയി നോക്കാം എന്തൊക്കെയാണുള്ളത്. അപ്പം ഇത് ഫസ്റ്റ് പേപ്പറാണ്. ഫസ്റ്റ് പേപ്പറിനകത്ത് നമുക്ക് നോക്കിയാൽ അറിയാം ഏകദേശമൊക്കെ LDCയുടെ ആ ഒരു നമ്മുടെ സിലബസാണ്. ഹിസ്റ്ററി 7 മാർക്ക്, ജോഗ്രഫി 7 മാർക്ക്, എക്കണോമിക്സ് 7 മാർക്ക്, ലൈഫ് സയൻസ് അതായത് ബയോളജി 7 മാർക്ക്, ഫിസിക്സ് 7 മാർക്ക്, കെമിസ്ട്രി 7 മാർക്ക്, ആർട്ട് ലിറ്ററേച്ചർ കൾച്ചർ 8 മാർക്ക്, സ്പോർട്സ് 3 മാർക്ക്, കമ്പ്യൂട്ടർ 6 മാർക്ക്. പിന്നെ നമ്മൾ മെയിനായിട്ട് നോക്കേണ്ടതാണ് മാത്സ്, ഇംഗ്ലീഷ്, മലയാളം എല്ലാം കൂടെ നോക്കിക്കേ 15 മാർക്ക്, 13 മാർക്ക്, 13 മാർക്ക്, ഏകദേശം 40% മാർക്ക് നമ്മുടെ മാത്സ്, ഇംഗ്ലീഷ്, മലയാളത്തിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ മാത്സ്, ഇംഗ്ലീഷ്, മലയാളമാണ്. ഓക്കെ, അപ്പം പിന്നെ നമുക്ക് താഴോട്ട് നോക്കാം. ഹിസ്റ്ററി എന്ന് പറയുമ്പോഴത്തേക്കും വേൾഡ് ഹിസ്റ്ററി ഉണ്ട്, ഇന്ത്യൻ ഹിസ്റ്ററി ഉണ്ട്, പിന്നെ കേരള ഹിസ്റ്ററി ഉണ്ട്. അപ്പം ഈ 3 ഇത് നമ്മൾ LDCക്ക് പഠിച്ച ഏകദേശമൊക്കെ അതേ സിലബസാണ്. കേരള ഹിസ്റ്ററി നോക്കുമ്പോഴത്തേക്കും യൂറോപ്യന്മാരുടെ ആഗമനം, അതുപോലെ രാജാക്കന്മാർ, നമ്മുടെ നാഷണൽ മൂവ്മെൻറ്റ്, പിന്നെന്താണ് പൊളിറ്റിക്കൽ ഹിസ്റ്ററി, 1956 ശേഷമുള്ള കേരള ചരിത്രം, ഇതൊക്കെയാണ്. ഇന്ത്യൻ ഹിസ്റ്ററി നമ്മൾ നേരത്തെ നോക്കിയാൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. നമ്മുടെ സ്വാതന്ത്ര്യ സമരമായിട്ട് ബന്ധപ്പെട്ട ഗാന്ധിജി, അതുപോലെ നമ്മുടെ ഫോറിൻ പോളിസി ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു വിടുവാണ് കേട്ടോ. നിങ്ങൾക്ക് സിലബസ് കാണല്ലോ. അപ്പം ആർക്കെങ്കിലും സിലബസ് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം, അല്ലെങ്കിൽ എൻ്റെ ടെലഗ്രാം ചാനലിൽ ബന്ധപ്പെട്ടാൽ മതി, അല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ കമൻറ്റ് സെക്ഷനിൽ വന്നിട്ട് പറഞ്ഞാൽ മതി, നിങ്ങൾക്ക് സിലബസിൻ്റെ ഒരു ലിങ്ക് തരാം. ഓക്കെ, അപ്പം പിന്നെ വേൾഡ് ഹിസ്റ്ററി നമ്മൾ ഇംഗ്ലണ്ട് റവല്യൂഷൻ, അതുപോലെ അമേരിക്കൻ റവല്യൂഷൻ, ഫ്രഞ്ച് റവല്യൂഷൻ, റഷ്യൻ റവല്യൂഷൻ, ചൈനീസ് റവല്യൂഷൻ, ഇതെല്ലാം ഉണ്ട്. പിന്നെ ജോഗ്രഫി വീണ്ടും 3ആയിട്ട് വേൾഡ് ജോഗ്രഫി, ഇന്ത്യൻ ജോഗ്രഫി, കേരള ജോഗ്രഫി. വേൾഡ് ജോഗ്രഫിക്കകത്ത് നമ്മുടെ എർത്തിൻ്റെ സ്ട്രക്ചർ, റോക്സ്, ലാൻഡ് ഫോംസ്, ഓഷ്യനോഗ്രഫി, പിന്നെ പൊല്യൂഷൻ, ഓസോൺ ഡിപ്ലീഷൻ, പിന്നെ എന്നാ കോണ്ടിനെൻസിനെ പറ്റിയുള്ളത്, അതൊക്കെ. ഇന്ത്യയുടെ ജോഗ്രഫി നമ്മുടെ ഹിമാലയം, പെനിൻസുലാർ പ്ലേറ്റ്, കോസ്റ്റൽ റീജിയൻ, അഗ്രികൾച്ചർ, പിന്നെ റോഡ്, വാട്ടർ, റെയിൽവേ. കേരളത്തിലും അതുപോലെ തന്നെ നമ്മുടെ 3ആയിട്ട് തിരിച്ചിട്ടുണ്ടല്ലോ കേരളത്തിനെ, കോസ്റ്റൽ ഏരിയ, അതുപോലെ പർവ്വതങ്ങളുള്ള ഏരിയ. അപ്പോൾ അതെല്ലാം അതൊക്കെയാണ് വരുന്നത്. എക്കണോമിക്സ് നമ്മുടെ 5 ഇയർ പ്ലാൻസ്, അഗ്രികൾച്ചർ, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, നീതി ആയോഗ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നീതി ആയോഗ്, ഫിനാൻസ് കമ്മീഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, GST ഇമ്പോർട്ടൻ്റ് ആണ്, മിനറൽസ്, ഗ്രീൻ റവല്യൂഷൻ, ഇതൊക്കെയാണ്. ബയോളജി നമ്മുടെ സാധാരണ ഫിസിക്സ്, ബയോളജി, കെമിസ്ട്രിക്കകത്തൊന്നും വലിയ മാറ്റങ്ങളൊന്നുമില്ല. ഹ്യൂമൻ ബോഡി, കേരള വെൽഫെയർ ആക്ടിവിറ്റീസ്, ബേസിക് ഹെൽത്ത് കെയർ, എൻവിയോൺമെൻറ്റ്, പിന്നെ നമ്മുടെ വൈറ്റമിൻസും ഡിസീസസും. ഫിസിക്സിൽ നമ്മുടെ മോഷൻ, ലൈറ്റ്, സൗണ്ട്, ഫോഴ്സ്, ഗ്രാവിറ്റേഷൻ, ഹീറ്റ്, ഇതൊക്കെ തന്നെയാണ്. കെമിസ്ട്രിക്കകത്ത് ചെറിയൊരു മാറ്റം, അതായത് ആറ്റംസ്, മോളിക്യൂൾസ്, അത് എലമെൻറ്റ്സ്, മെറ്റൽസ്, കുറച്ച് ഏരിയാസ് കുറഞ്ഞിട്ടുണ്ട്. പിന്നെ ആർട്ട്, ലിറ്ററേച്ചർ, കൾച്ചർ നേരത്തെ ഉള്ളതുപോലെ തന്നെ അവാർഡുകൾ, കോട്ടുകൾ, ബുക്കുകൾ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. സ്പോർട്സിനകത്താണെങ്കിലും ഒളിമ്പിക്സ് ഇമ്പോർട്ടൻ്റ് ആണ്, ഏഷ്യൻ ഗെയിംസ്, എല്ലാ കളികളും, പിന്നെ പേരുകൾ, ഓരോ ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കളികളുമായിട്ട് ബന്ധപ്പെട്ട പേരുകൾ. പിന്നെ കമ്പ്യൂട്ടറിനകത്തും ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെയാണ്. മാത്സിനകത്ത് നമ്മളിതുവരെ പഠിച്ചു വന്ന അതേ എല്ലാ കാര്യങ്ങളും, ആവറേജ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, പ്രത്യേകിച്ച് ഒരു മാറ്റങ്ങളും ഇല്ല, എല്ലാം അത് തന്നെയാണ്. ഇംഗ്ലീഷിലും മലയാളത്തിലൊന്നും ഒരു മാറ്റങ്ങളും. ഇംഗ്ലീഷിനകത്ത് ടെൻസും ഉണ്ട്, വൊക്കാബുലറി 2ആയിട്ട് തിരിച്ചിട്ടുണ്ട്, അതൊക്കെ തന്നെയാണ് വരുന്നത്. പിന്നെ മലയാളത്തിനകത്ത് സാധാരണ പദശുദ്ധി, പര്യായപദം, വിപരീതപദം, ഇതെല്ലാം. ഇവിടെ നമ്മൾ ഗ്രാമർ മലയാളം പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും ഗ്രാമർ എന്ന ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. ഗ്രാമറും കൂടെ നമ്മൾ നോക്കണം. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെയിൻ എക്സാമിനേഷൻ്റെ പേപ്പർ നോക്കാം. മൊഡ്യൂൾ 1 അഡ്മിനിസ്ട്രേഷൻ, അതായത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് ആണല്ലോ, അപ്പോൾ അഡ്മിനിസ്ട്രേഷനെ പറ്റിയുള്ള ഒരു മൊഡ്യൂൾ തന്നെ തന്നിട്ടുണ്ട്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അഡ്മിനിസ്ട്രേഷൻ്റെ ഡെഫിനിഷൻ, അതിൻ്റെ സ്കോപ്പ്, അതിൻ്റെ ബിഹേവിയർ, അതിൻ്റെ ഓർഗനൈസേഷണൽ സ്ട്രക്ചർ, ഇങ്ങനത്തെ കുറേ നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ലാത്ത കുറച്ച് പുതിയ ടോപ്പിക്സാണ് ഇതൊക്കെ. പിന്നെന്താണ്, കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കാനുണ്ട്, കോൺസ്റ്റിറ്റ്യൂഷണൽ സ്ട്രക്ചർ പഠിക്കാനുണ്ട്. അപ്പോൾ നമ്മളത് സാധാരണ പഠിക്കുന്നത് തന്നെയാണ് രാജ്യസഭ, ലോക്സഭ. അത് കഴിഞ്ഞിട്ട് സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു സെപ്പറേറ്റ് മൊഡ്യൂൾ തന്നെ തന്നിട്ടുണ്ട്.
പഞ്ചായത്ത് രാജ് സിസ്റ്റം, യൂണിയൻ സ്റ്റേറ്റ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നത് സെപ്പറേറ്റ് മൊഡ്യൂളും സാധാരണ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു സെപ്പറേറ്റ് മൊഡ്യൂളും. അതിനകത്ത് നോക്കണം ചീഫ് മിനിസ്റ്റർ, ഗവർണർ, അതൊക്കെ എടുത്തെടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയൊന്നും എടുത്ത് സാധാരണ സിലബസിൽ പറഞ്ഞിട്ടില്ലായിരുന്നു നേരത്തെ LDC സിലബസിലൊന്നും. പിന്നെ അമെൻമെൻറ്റ്സ് ഒക്കെ മൊഡ്യൂൾ 4 കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ലിമിറ്റേഷൻസ്, അമെൻമെൻറ്റ്സ്, ലിമിറ്റേഷൻസ്, പിന്നെ ഇലക്ട്രോൾ പ്രോസസ്സ്, ഇലക്ഷൻ നടക്കുന്നത് എങ്ങനെയാണ്, 74th അമെൻമെൻറ്റ്, അത് പഞ്ചായത്ത് രാജ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ കേരള മോഡൽ എക്കണോമി ആൻഡ് ഡെവലപ്മെൻറ്റ് ആണ്. കേരളത്തിൻ്റെ എക്കണോമി 15 മാർക്ക്, കേരള മോഡൽ ഡെവലപ്മെൻറ്റ് 15 മാർക്ക്. അപ്പോൾ കേരളത്തിൻ്റെ പെർ ക്യാപിറ്റ ഇൻകം, നമ്മുടെ റിസോഴ്സ്, നമ്മുടെ ടാക്സ്, അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ കേരള മോഡൽ ഡെവലപ്മെൻറ്റ്. പിന്നെ ഉള്ളത് എൻവയോൺമെൻറ്റ്, ക്ലൈമറ്റ്, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്. അപ്പം LDC പഠിച്ചവർക്കറിയാം ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കായിട്ട് അതിനകത്തും വന്നിട്ടുണ്ട്. അത് തന്നെയാണ് ഇവിടെയും വരുന്നത്. ഡിസാസ്റ്റർ, നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ഇതൊക്കെയാണ്. അതിൻ്റെ മാനേജ്മെൻറ്റ് ആക്ട് ഉണ്ട്, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് ഉണ്ട്, റെസ്പോൺസ് ടീമുണ്ട്, അതൊക്കെയാണ്. പിന്നെ ഗവേണൻസ് എന്ന് പറഞ്ഞത് ശരി കേട്ടോ. ഗവേണൻസ് നമ്മൾ നേരത്തെ LDCക്കൊക്കെ തന്നെ പഠിച്ചിട്ടുള്ളതാണ്. ഇത്ര ഏരിയ തന്നെയാണ്. ഇത്ര ഏരിയ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ വളരെ ഡീപ്പായിട്ട് വേണം ഈ ഒരു ഏരിയയിൽ പഠിക്കാനായിട്ട്. അതായത് സാധാരണ നമ്മൾ LDCക്ക് പഠിക്കുന്ന രീതിയിൽ അല്ല പഠിക്കേണ്ടത്. ഓക്കെ, ഇതാണ് അപ്പോൾ സിലബസ് വരുന്നത്. ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നത് ഡിസംബറിലാണ്. പ്രിലിമിനറി എക്സാം ഒരു ഏകദേശം ഏപ്രിൽ മെയ് മാസങ്ങളോട് കൂടിയും പിന്നെ മെയിൻ എക്സാം ഒരു ഓഗസ്റ്റ് ആ ഒരു സമയത്തോടു കൂടിയും കാണും. നമ്മുടെ കയ്യിൽ പ്രിലിമിനറി എക്സാമിന് ഏകദേശം ഒരു 100 ദിവസമേ ഉള്ളൂ. വളരെ വളരെ കോമ്പറ്റീഷൻ ഉള്ളതും നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലല്ല ഡിഗ്രി ലെവൽ എക്സാമാണ്. നല്ല പാടായിരിക്കും. ഒരു UPSC ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് വരുമെന്നല്ല, UPSC ലെവലിലുള്ള ക്വസ്റ്റ്യൻസിന് വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്താലേ നമുക്ക് എഴുതാൻ പറ്റൂ. ഓരോന്നും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് വേണം പഠിക്കാൻ. സോ അത്രയ്ക്ക് കോമ്പറ്റീഷനുള്ള, അത്രയ്ക്ക് കിട്ടാൻ പാടുള്ള ഒരു എക്സാമാണ്. എന്ന് വെച്ച് നമ്മൾ ഒരിക്കലും പിന്നോട്ട് മാറരുത്. കാരണം നമ്മളൊക്കെ ഡിഗ്രി ഹോൾഡേഴ്സാണ്. എൻ്റെ വീഡിയോ കാണുന്ന ഡിഗ്രി ഹോൾഡേഴ്സ് കാണും, 10ാം ക്ലാസ് ലെവലിലുള്ളവർ കാണും, +2 കാണും. നിങ്ങൾക്കുള്ള നോട്ടിഫിക്കേഷൻ വേറെ വന്നിട്ടുണ്ട്. അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഞാനിപ്പോൾ പറയുന്ന ഡിഗ്രി, നമുക്കൊരു ഡിഗ്രി ഉണ്ട്, നമ്മുടെ ക്വാളിഫിക്കേഷൻ അതാണ്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ജോലി നമുക്ക് നേടിയെടുക്കണ്ടേ? നമ്മളെക്കൊണ്ട് ഉറപ്പായിട്ടും പറ്റും. കാരണം നമ്മളെല്ലാവരും ഒരു ഡിഗ്രി ഇത്രയും സെമസ്റ്റേഴ്സ് 3 വർഷം പഠിച്ച് ഇത്രയും സെമസ്റ്റേഴ്സ് ക്ലിയർ ചെയ്തെടുത്ത ആൾക്കാരാണ്. ഓരോരുത്തരും ഓരോ സബ്ജക്റ്റിൽ പ്രാവീണ്യം നേടിയവരാണ് നമ്മളൊക്കെ. പ്രത്യേകിച്ച് ഞാൻ സ്ത്രീകളെ പറ്റിയാണ് പറയുന്നത്. നമ്മൾ ഡിഗ്രി എടുത്തവരാണ്. നിങ്ങൾ മറന്നു പോകരുതെന്ന് വെച്ചാൽ നമ്മൾ ജീവിതത്തിൽ ഓരോരോ കാര്യങ്ങൾ, നമ്മുടെ കുഞ്ഞുങ്ങൾ, ഹസ്ബൻഡ്, ഡെയിലി ലൈഫ്, ഇതിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലൊരു സർട്ടിഫിക്കറ്റ് ഉണ്ട്. നമ്മൾ ഡിഗ്രി ഹോൾഡേഴ്സാണ്, നമ്മൾ പഠിച്ച് മാർക്ക് നേടി ജയിച്ചവരാണ്. അപ്പോൾ ഒരു ഡിഗ്രി തലത്തിലുള്ള ഒരു പരീക്ഷ എഴുതിയെടുക്കാനുള്ള കഴിവ് നമുക്കുണ്ട്. ആ ഒരു കഴിവിനെ തിരിച്ചറിയുകയും അതിനു വേണ്ടി നമ്മൾ പ്രയത്നിക്കുകയും ചെയ്യണം. അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നമുക്ക് വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഇതിൻ്റെ സാലറി എന്ന് പറഞ്ഞാൽ ഒരു 47,500 രൂപ ഒക്കെയാണ് സാലറി എന്ന് പറയുന്നത്. 47,000 രൂപ കിട്ടിയാൽ നിങ്ങൾക്ക് പുളിക്കുമോ? അപ്പോൾ നമുക്ക് പഠിച്ചെടുക്കണം, നമുക്ക് നേടിയെടുക്കണം, നമ്മളെ കൊണ്ട് കഴിയും. ഇനി നമ്മൾ ട്രൈ ചെയ്യുക. നമുക്കറിയാം ഒത്തിരി കോമ്പറ്റീഷനുണ്ട്. ഒരുപാട് കോച്ചിങ് സെൻറ്റേഴ്സ് ഭയങ്കരമായിട്ട് പൈസ മേടിച്ച് ഓരോ കോഴ്സ് ഇറക്കുന്നുണ്ട്. നിങ്ങൾക്ക് പൈസ ഇല്ലെങ്കിലും നിങ്ങൾക്ക് ആ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ല എങ്കിലും നിങ്ങൾ സെൽഫ് സ്റ്റഡി നടത്തുക. യൂട്യൂബ് ഒരു അടിപൊളി പ്ലാറ്റ്ഫോമാണ്. സത്യം പറഞ്ഞാൽ യൂട്യൂബും ടെലഗ്രാമും ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഒത്തിരി സോഴ്സസ്, നിങ്ങൾ ഒരു കോച്ചിങ്ങിനും ചേരാതെ തന്നെ ഒത്തിരി സോഴ്സസ് അവൈലബിൾ ആണ്. അല്ലെങ്കിൽ നമുക്ക് ഏത് ബുക്ക് മേടിച്ച് പഠിക്കാൻ പറ്റും. അങ്ങനെ ഒത്തിരി സോഴ്സസ് അവൈലബിൾ ആണ്. ഇന്ന് ഫ്രീ ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഒരിക്കലും പിന്നോട്ട് മാറരുത്. ഇത് 3 തലമുള്ള ഒരു പരീക്ഷയാണെന്നോ ഇതിന് ഒത്തിരി UPSC പഠിക്കുന്നവർ ഇതിനു വേണ്ടി വരുന്നുണ്ട്, അങ്ങനെയൊന്നും വിചാരിച്ച് നമ്മൾ മാറരുത്. നമ്മളൊക്കെ ഡിഗ്രി ഹോൾഡേഴ്സാണ്. നമുക്കിത് എഴുതിയെടുക്കാനുള്ള കഴിവുണ്ട്. അപ്പം ഞാൻ എന്തായാലും പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാണ് ഇതിനു വേണ്ടിയുള്ള. ഞാൻ PSCയുടെ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പം ഇതൊരു പെയ്ഡ് പ്രൊമോഷൻ അല്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും ജോയിൻ ചെയ്യണമെങ്കിൽ ഇപ്പോൾ ജോയിൻ ചെയ്യാം. അവരുടെ 2ാമത്തെ ബാച്ച് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ക്ലാസ്സസിനെ പറ്റി പറയുകയാണെങ്കിൽ അടിപൊളി ക്ലാസ്സസാണ്. ഞാൻ ജസ്റ്റ് റെക്കമെൻഡ് ചെയ്യാണ് കേട്ടോ. ഇതൊരു പെയ്ഡ് പ്രൊമോഷനൊന്നും അല്ല. എനിക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടു, എൻ്റെ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും നല്ലൊരു സോഴ്സ് ക്ലാസ് കിട്ടണം എന്നാഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സെൽഫ് സ്റ്റഡി നടത്താം. ഇതിനു വേണ്ടിയുള്ള ബുക്സിനെ പറ്റിയോ സോഴ്സസിനെ പറ്റിയൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ കമൻറ്റ് ബോക്സിൽ പറയുക. സോഴ്സസിനെ പറ്റി, ഏതൊക്കെ ബുക്സാണ് ഫോളോ ചെയ്യുന്നത് എന്നൊക്കെ പറ്റി പറഞ്ഞുതരാം. അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.